Hello students. അപ്പോൾ നമുക്ക് എസ്എ പാർട്ടിൽ സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈസി ആയിട്ട് കുറച്ച് ടൈമിനുള്ളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റോ ഡാറ്റേൻ്റെ കേസിൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ അതേപോലെ കണ്ടിന്യൂസ് കേസിലും. അപ്പോൾ റോ ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. ആകെ കണ്ടിന്യൂസിന്റെ കേസിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് പോയിന്റ് ഓഫ് ദി ഇന്റർവൽ ആയിരിക്കും. അതാണ് ആകെ കൂടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്ന രണ്ട് കേസിൽ എന്താണ്, സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ആൻഡ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ എഫ് ആണ് എന്ന് നമ്മളെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കണ്ടിന്യൂസിന്റെ കേസാണ്, എക്സ്ക്ലൂസീവ് ടൈപ്പ് ആണ് നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ എന്തുണ്ടായിരിക്കും, എക്സ് ബാർ നമ്മൾ കണ്ടെത്തണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ് നമ്മളെ എക്സ് ബാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ടേബിൾ ആണ് ആവശ്യമായിട്ടുള്ളത്. ക്ലാസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസീസും നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അതിന്റെ ആവറേജ് കണ്ടാൽ മതി. സോ 0 + 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 എന്ത് കിട്ടും, 2 ആണെന്ന് കിട്ടും. ഇനി ഇവർ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്. അപ്പോൾ 2 + 4 6 + 4 10 + 4 14 + 4 18 എന്ന് നമുക്ക് കിട്ടും. സോ ഇങ്ങനെ എക്സിന്റെ എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്ക്വയർ വാല്യൂസ് ആണ് വേണ്ടത്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 6 സ്ക്വയർ 36, 10 സ്ക്വയർ 100 ആണ്, 14 സ്ക്വയർ 196, 18 സ്ക്വയർ 324. ഇനി എന്താ ചെയ്യേണ്ടത്, എഫ് എക്സിന്റെ ടേം വേണം, എഫ് എക്സ് സ്ക്വയർ വേണം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഫും ഈ എക്സിന്റെ കോളം കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യുക. 2 4s are 8, 6 8s are 48, 10 10s are 100. സോ അങ്ങനെ നമ്മൾ എഫ് എക്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി എഫ് എക്സ് സ്ക്വയർ കാണണം. അപ്പോഴെന്താണ്, എക്സ് സ്ക്വയറും നമ്മളുടെ ഫ്രീക്വൻസിയും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 4 4s are 16, 8 × 36 288. ഇങ്ങനെ നമ്മൾ എഫ് എക്സ് സ്ക്വയർ വാല്യൂസ് നമുക്ക് കിട്ടും. എന്നിട്ട് എന്താണ്, അതിന്റെ ടോട്ടൽ എന്താണ്, സമ്മ് നമ്മൾ എടുക്കുക. ഇനി നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ n is equal to എന്താണ്, 30 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ സമ്മേഷൻ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 276 ആണ് ഡിവൈഡഡ് ബൈ 30 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ആയിട്ട് വരുന്നത് 9.2 എന്നാണ് എന്ത് കിട്ടുന്നത്, എക്സ് ബാറിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. അതിൻ്റെ എന്താണ്, സ്ക്വയർ റൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 3128 ആണ് ഡിവൈഡഡ് ബൈ 30 ആയിരിക്കും. സോ 3128 ഡിവൈഡഡ് ബൈ 30 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, 9.2 ആണ്. അതിൻ്റെ എന്താണ്, സ്ക്വയർ ആണ് ആവശ്യമായിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 9.2 അതിൻ്റെ ഹോൾ സ്ക്വയർ മൊത്തത്തിൽ സ്ക്വയർ റൂട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 104.267 എന്ന് കിട്ടും. മൈനസ് 9.2ൻ്റെ ഹോൾ സ്ക്വയർ ആൻസർ ആയിട്ട് വരുന്നത് 84.64 എന്നാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. That is equal to 19.627 in the square root. That is equal to 4.43 നമുക്ക് ആൻസർ ആയിട്ട് വരും. സോ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, 4.43. ഇതാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ചില കേസിൽ നമുക്ക് എന്തും കൂടെ ചോദിക്കുന്നവരോ വേരിയൻസ് കൂടെ കാണാൻ വേണ്ടി ചോദിക്കും. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 19.627 ആയിരിക്കും നമ്മളുടെ വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസിൻ്റെയും ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.